ഇപ്പോൾ കുഞ്ഞുമത്തിയുടെ സീസൺ അല്ലേ, അത് വെച്ച് നമുക്കൊരു കറിയായാലോ? വെൽക്കം ബാക്ക് ടു കുറുമ്പീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമല്ലേ? ഇതിനായി ഏകദേശം നമ്മൾ 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇരുമ്പമ്പുളി വെച്ചാണ് കറി ഉണ്ടാക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ മത്തിയും ഇരുമ്പമ്പുളിയും നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. കൂടെ 2 പച്ചമുളക് കീറിയതും വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഓപ്ഷണൽ ആണ്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഒരു 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ നേരം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും. മുളക് പൊടിയുടെ അളവ് എരിവിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞങ്ങളുടെ വീഡിയോസ് കാണാറുണ്ടോ? ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരപ്പ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇനി അരപ്പ് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. ഇനി മിക്സി ജാർ കഴുകിയ വെള്ളവും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറവായതുകൊണ്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇരുമ്പമ്പുളി വലുതായതുകൊണ്ട് ഇരുമ്പമ്പുളി കട്ട് ചെയ്യുന്ന വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇങ്ങനെ ഇരുമ്പമ്പുളി ഇട്ട് കറി വെക്കാറുണ്ടോ? ഈ കുക്കറിലിരിക്കുന്ന പരിപ്പും തക്കാളിയും കറി വെക്കാനാണ്. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കറി കാച്ചാനായി ഉള്ളി അരിഞ്ഞെടുക്കാം. നമ്മളൊരു 5-6 ഉള്ളി അരിഞ്ഞത് ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ചാളി ഇരുമ്പമ്പുളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. വായിൽ വെള്ളം വന്നിട്ട് വയ്യ. ഇനി നമുക്ക് ഉള്ളി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില ചേർക്കുന്നത് എടുക്കാൻ വിട്ടുപോയി. ഉള്ളി ഗോൾഡൻ ബ്രൗണിഷ് കളറാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനെ കറി കാച്ചുക എന്ന് പറയും. ഈ ഉള്ളിയൊക്കെ നമുക്ക് കറിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് വെളിച്ചെണ്ണയും ഉള്ളിയും എല്ലാം എല്ലാ ഭാഗത്തേക്കും ആകാനായിട്ടാണ്. പതുക്കെ ചെയ്യുന്നത് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചാള ഇരുമ്പമ്പുളി കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറുണ്ടാലോ? ഇത് വലിയ ഇരുമ്പമ്പുളി ആയത് കാരണം ഇരുമ്പമ്പുളിയുടെ നടുക്ക് ഭാഗത്തെ വരമ്പ് കളഞ്ഞ് യൂസ് ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.